ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിന് പണി കൊടുക്കാനായി ചന്ദ്ര വാഷിംഗ് മെഷീൻ കേടുവരുത്തുകയാണ്. എന്നാൽ അത് ആര്യ കണ്ടുപിടിക്കുകയും തിരിച്ച് ചന്ദ്രക്കിട്ട് തന്നെ പണി കൊടുക്കുകയാണ്. ചന്ദ്രയോട് തുണി അലക്കാനായി പറയാണ്. അങ്ങനെ ആര്യയെ പേടിച്ച് ചന്ദ്ര തുണി അലക്കുകയാണ്. ആ സമയത്ത് മഞ്ജു ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വേഗം തന്നെ ഫോൺ എടുത്ത് മാറി നിന്നുകൊണ്ട് ചന്ദ്ര അങ്ങനെ മഞ്ജുവിനോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ചേച്ചി ചിന്നു തുണി അലക്കുന്നത് കാണാനായി എനിക്ക് തിടുക്കമായി ഒന്ന് കാണിച്ചു തരുമോ എന്നങ്ങനെ മഞ്ജു ചോദിക്കുന്നതും ചന്ദ്ര ദേഷ്യം വന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഞ്ജു ആണെങ്കിൽ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. ഹാളിൽ വന്ന് രുക്കുവിനെയും രമ്യയും വിളിക്കുന്നുണ്ട്. റൂമിലേക്ക് ഒന്നും കൊണ്ടുവന്ന് തരാൻ വയ്യ, ഇങ്ങോട്ടേക്ക് വന്നാൽ കുടിക്കാമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാംഗോ ജ്യൂസ് ആണെന്ന് അറിയുന്നതും രമ്യ എനിക്ക് വേണ്ട എന്ന് പറയാണ്. രുക്കു അപ്പൊ വളരെ സന്തോഷത്തോടെ മാമ്പഴമാണോ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ഏയ് അല്ല, ഇതൊരു സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് ആണ് എന്നങ്ങനെ പറയാണ്. രമ്യപ്പ പറയുന്നുണ്ട്, ആ മാമ്പഴമല്ലല്ലോ പച്ചമാങ്ങയല്ലേ, എനിക്കും വേണം, പുളിയുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ആ ചെറിയൊരു പുളിയൊക്കെ ഉണ്ട്. രമ്യ ധൈര്യമായി കുടിച്ചോ എന്ന് പറയാണ്. എന്നാൽ രുക്കുവിന് സംശയം തോന്നി. രുക്കു രമ്യയോട് ചോദിക്കുന്നുണ്ട്, പുളിമാങ്ങ ജ്യൂസിനോട് രമ്യച്ചിക്ക് എന്താണ് ഇത്ര ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, എനിക്ക് പണ്ട് തൊട്ടേ പച്ചമാങ്ങ ജ്യൂസ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് രമ്യ അത് കുടിക്കുകയാണ്. രുക്കു എനിക്ക് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞ് രമ്യ കുടിക്കുന്നത് സംശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മാംഗോ ജ്യൂസ് രമ്യ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് രമ്യ അങ്ങനെ തല കറങ്ങി വീഴുകയാണ്. വേഗം തന്നെ മഞ്ജുവും രുക്കുവും കൂടി രമ്യയെ പിടിച്ച് അവിടെ സോഫയിൽ ഇരുത്തുകയാണ്. ബോധം പോയ രമ്യയെ അവർ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും രമ്യ എഴുന്നേൽക്കുന്നില്ല. രുക്കു അപ്പൊ തന്നെ മഞ്ജുവിനോട് തന്റെ സംശയം പറയുന്നുണ്ട്. മഞ്ജു ചേച്ചി, എനിക്കൊരു സംശയം, രമ്യച്ചിക്ക് പുളിയുള്ള മാങ്ങ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്? ജ്യൂസ് എടുത്ത് കുടിക്കുകയും ചെയ്തു, ഇനിയിപ്പോ അത് മറ്റതുമാണോ? ഇതൊക്കെ ലക്ഷണമാണോ ഈ തല ചുറ്റല് എന്ന് രുക്കു ചോദിക്കുന്നതും മഞ്ജു എന്താ നീ ഉദ്ദേശിക്കുന്നത്, ഗർഭമാണോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പോ ഇതൊക്കെ വെച്ച് അതായിരിക്കില്ലേ എന്ന് പറയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, രമ്യ എങ്ങാനും പ്രഗ്നന്റ് ആണെങ്കിൽ രുക്കു നിനക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം കുറയും, പണിയാവും, ഇവളെ ഞാൻ പരിചരിക്കേണ്ടി വരും എന്നങ്ങനെ മഞ്ജു പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ശരിയാണ്, അങ്ങനെ എങ്ങാനും ആയാൽ മേച്ചി ഇവിടത്തെ സ്റ്റാർ ആവും, ദൈവമേ രമ്യേച്ചി പ്രഗ്നന്റ് ആയിരിക്കരുതേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് രുക്കു. മഞ്ജു ആണെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് രുക്കുവിനോട് പറയുന്നുണ്ട്, കണ്ണു തുറക്കുന്നില്ലല്ലോ രമ്യ, ഞാൻ എന്തായാലും മുകുന്ദനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് മുകുന്ദനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുകുന്ദ എന്താണെന്നറിയില്ല, രമ്യ പെട്ടെന്ന് തലകറങ്ങി വീണു, വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല, ബോധം പോയി, പേടിക്കാനൊന്നുമില്ല, മുകുന്ദൻ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വായു എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. വേഗം തന്നെ മുകുന്ദൻ ഒരു ലേഡി ഡോക്ടറെയും വിളിച്ചുകൊണ്ട് അമ്പാട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും രമ്യ കണ്ണു തുറക്കുന്നുണ്ട്. റൂമിൽ കൊണ്ടുപോയി രമ്യയെ കിടത്തി മഞ്ജുവും രുക്കും അങ്ങനെ വെള്ളമൊക്കെ കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടറും മുകുന്ദനും കൂടി വരുന്നത്. ഡോക്ടർ വേഗം തന്നെ രമ്യയെ ചെക്ക് ചെയ്യുന്നുണ്ട്. മുകുന്ദൻ അപ്പോൾ മഞ്ജുവിനോട് എന്താണ് ഏട്ടത്തി ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് മാംഗോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്നാണ് തലചുറ്റി വീണത്, ഞങ്ങൾ സാഹസികമായി രമ്യയെ പിടിച്ചതുകൊണ്ട് ഒന്നും പറ്റിയില്ല, രമ്യയാണെങ്കിൽ മാംഗോ ജ്യൂസ് അത്രയും കളഞ്ഞു, ഇപ്പൊ മാങ്ങയ്ക്കൊക്കെ എന്തൊരു വിലയാണ് എന്ന് മഞ്ജു അങ്ങനെ പറയാണ്. ഇത് കേട്ട് രുക്കു ചിരിക്കുന്നുണ്ട്. ഡോക്ടറാണെങ്കിൽ രമ്യയെ ചെക്ക് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, BP-യിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ലെന്ന് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, പറഞ്ഞില്ലേ ഡോക്ടർ, ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന്, ഇതിന്റെ എല്ലാം മെഡിസിൻ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുകുന്ദൻ അങ്ങനെ പറയുമ്പോൾ ഡോക്ടർ രമ്യയോട് ചോദിക്കുന്നുണ്ട്, വയറുവേദനയോ വൊമിറ്റിംഗ് ടെൻഡൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ആ രാവിലെ വൊമിറ്റ് ചെയ്തില്ല, പക്ഷേ അതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ മുകുന്ദനോട് രമ്യയോടും മഞ്ജുവിനോടും പുറത്തേക്ക് നിൽക്കണം, എനിക്ക് രമ്യൊന്ന് പരിശോധിക്കണമെന്ന് പറയാണ്. അവരപ്പം തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. മുകുന്ദനാണെങ്കിൽ വീടിന്റെ പുറത്തേക്ക് പോകുന്ന സമയത്ത് മഞ്ജുവും രുക്കുവും കൂടി അവരുടെ സംശയം അങ്ങനെ സംസാരിക്കുകയാണ്. രമ്യയുടെ സംശയങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് ഗർഭം തന്നെയായിരിക്കുമെന്നാണ് തോന്നുന്നത്, എന്തായാലും അവൾ പ്രഗ്നന്റ് ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കേ, ഗർഭിണിയാണെങ്കിൽ പിന്നെ അമ്പാട്ട് വീട്ടിലേക്ക് എട്ടില്ലമ്മ, പിന്നെ അവളായിരിക്കും, നമ്മൾ രണ്ടുപേരെയും ആരും മെയിൻ ചെയ്യത്തില്ല എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രുക്കു പേടിച്ചുകൊണ്ട് രമ്യ ചേച്ചി ഗർഭിണിയായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, പ്രാർത്ഥന മാത്രം പോരാ രുക്കു, ആറ്റുകാലമ്മയ്ക്ക് അടുത്ത വർഷം നമുക്ക് പൊങ്കാലയിടാമെന്ന് പറയാണ്. മുകുന്ദനാണെങ്കിൽ പുറത്ത് ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത്. പിന്നാലെ തന്നെ രുക്കുവും മഞ്ജുവും വരുന്നുണ്ട്. മുകുന്ദൻ എന്താണ് ഡോക്ടർ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, വൈഫ് പ്രഗ്നന്റ് അല്ലാട്ടോ,
രക്തക്കുറവുണ്ട്, അതാണ് ക്ഷീണം, പിന്നെ രാവിലെ നേരെ ഭക്ഷണം കഴിച്ചില്ലെന്നും പറഞ്ഞു. ഇതിന്റെയാണ് ഈ തലചുറ്റലെന്ന് ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ രുക്കുവിനും മഞ്ജുവിനും ആകെ ആശ്വാസമാവാണ്. പിന്നീട് ആരോമൽ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ ചന്ദ്രയെ വിളിക്കുകയാണ്. ചന്ദ്ര വളരെ സന്തോഷത്തോടെയാണ് സ്കൂളിലേക്ക് വരുന്നത്. ഗുഡ് മോർണിംഗ് മാം, ഞാൻ ആരോമലിന്റെ അമ്മയാണ്. ഇവിടെ നിന്ന് കോള് വന്നപ്പോഴേ ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ആരോമൽ എല്ലാത്തിനും ഫസ്റ്റ് ആയിരിക്കുമെന്ന്. ഇതിന്റെ അഭിനന്ദനം നേരിട്ട് അറിയിക്കാനാണോ മേഡം വിളിച്ചത് എന്ന് ചന്ദ്ര ചോദിക്കുന്നതും പ്രിൻസിപ്പള് ആരോമലിന്റെ ഫാദർ വന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട് ഇല്ല, വിജയേട്ടൻ വന്നില്ല, ഇന്ന് കോടതിയിലേക്ക് അത്യാവശ്യമായി പോവേണ്ടതുകൊണ്ട് വിജയേട്ടന് വരാൻ സാധിച്ചില്ല എന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആരോമലും വരുന്നുണ്ട്. പിന്നീട് ചന്ദ്ര അങ്ങനെ പ്രിൻസിപ്പളോട് ചോദിക്കുന്നുണ്ട് എന്താ മാം ഇപ്രാവശ്യവും ആരോമലിന് എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ടല്ലോ അല്ലേ, പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അവനെ ഇവിടെ തന്നെ നിർത്തി പഠിപ്പിക്കുന്നതെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട് എല്ലാത്തിനും അവന് മാർക്കുണ്ട്, പക്ഷേ പഠിത്തത്തിലല്ല തമ്മിൽ തല്ലുന്നതിനും ഉഴപ്പിലുമാണ്. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിന് 2 വിഷയത്തിലാണ് ഇവൻ തോറ്റത്. മറ്റുള്ള കുട്ടികളുമായി വഴക്കും അടിയും. ഇപ്പോ ആരോമലിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പോലും വരാത്ത ദിവസങ്ങളില്ല എന്നെല്ലാം പ്രിൻസിപ്പൽ മാം പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും വിശ്വസിക്കാനാവാതെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇവനെ കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പൽ മാം പറയുന്നുണ്ട് ഇവനെ കുറിച്ച് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻസിൽ പെട്ട ഒരാളായിരുന്നു ആരോമല്, ഇപ്പോൾ ഏറ്റവും മോശമായി വന്നിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണ്? ഇവിടെ വെച്ച് അവനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട, ഇങ്ങനെയാണെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിൽ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തായാലും ആരോമലെ വീട്ടിൽ കൊണ്ടുപോയി ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വന്നാൽ മതി എന്നങ്ങനെ പ്രിൻസിപ്പൽ മാൻ പറയാണ്. ഒന്നും കേട്ട് വിശ്വസിക്കാനാവാതെ ചന്ദ്ര അങ്ങനെ തകർന്നിരിക്കുകയാണ്. പിന്നീട് അപ്പൊ തന്നെ ആരോമലിനെയും വിളിച്ചുകൊണ്ട് ചന്ദ്ര വീട്ടിലേക്ക് വരുന്നുണ്ട്. വണ്ടിയിൽ നിന്നും ഇറങ്ങുന്ന ചന്ദ്രയോട് ആരോമൽ പറയുന്നുണ്ട് അമ്മേ ബാഗ് എടുത്തിട്ടില്ല എന്ന്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട് അതെല്ലാം പണ്ട്, നീ വേണമെങ്കിൽ തന്നെത്താൻ എടുത്തിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെട്ട് പോവുകയാണ്. ചന്ദ്രയും ആരോമലും വരുന്നതും ചിന്നുവും ആര്യയും പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മേ എന്താ അവന് അവധിയാണോ എന്ന് ആര്യ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് അവന് എന്നും അവധി തന്നെയാണെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ആരോമല് ബാഗും എടുത്തുകൊണ്ട് വന്ന് ചിന്നുവിനെ കാണുന്നതും വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ആര്യപ്പ ആരോമലോട് ചോദിക്കുകയാണ് എന്താടാ പ്രശ്നം, അമ്മ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ പോയത് എന്ന് ചോദിക്കുമ്പോൾ ആരോമല് പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി, നിങ്ങൾ വായോ എന്ന് പറഞ്ഞ് അവരങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ആര്യ വീണ്ടും ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട് എന്താണമ്മേ പ്രശ്നം, എന്തിനാണ് ഇവനോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട് ദേഷ്യപ്പെടുകയല്ല, ഇവനെ പിടിച്ച് അടിക്കുകയാണ് വേണ്ടത്. സ്കൂളിൽ ഇവനിപ്പോ വലിയ റൗഡിയാണെന്നാണ് പ്രിൻസിപ്പൽ മാം പറഞ്ഞത്. പഠിത്തത്തിൽ ഉഴപ്പ്, കുട്ടികളുമായി സ്റ്റണ്ട്, സ്കൂളുകാർക്ക് നന്നാക്കാൻ വയ്യ, അതുകൊണ്ട് എൻ്റെ കൂടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ദേ ആരോമലെ നോക്ക്, നീ കാരണം കൊണ്ട് ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടു. എല്ലാ വിഷയത്തിലും A+ വാങ്ങിച്ച മോന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ ഉള്ളിച്ചാടി പോയതാണ് ഞാൻ, എന്നിട്ട് കിട്ടിയതോ നിന്റെ പേരിലുള്ള കുറ്റപത്രം. എന്താണ് നിന്റെ ഉദ്ദേശം? ഇന്നു മുതലാണ് നീ വഴക്കാളിയായത് എന്നൊക്കെ ചന്ദ്ര അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ആരോമലിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ആരോമൽ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി അങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യം സഹിക്കാനാവാതെ ചന്ദ്ര ആരോമലിനെ പിടിച്ചടിക്കാനായി പോവുകയാണ്. ആരോമലപ്പ പറയുന്നുണ്ട് ഇവിടെ അച്ഛനും അമ്മയും എപ്പോഴും അടിയുണ്ടാക്കാറുണ്ടല്ലോ, വഴക്കുണ്ടാവാറുണ്ടല്ലോ, അപ്പൊ പിന്നെ എനിക്കത് ചെയ്താൽ എന്താണ് പ്രശ്നം? എനിക്ക് വഴക്കുണ്ടാക്കിക്കൂടെ കുട്ടികളുമായിട്ട്? ഞാൻ ഇനിയും സ്കൂളിൽ വഴക്കുണ്ടാക്കുമെന്ന് ആരോമൽ അങ്ങനെ പറയുമ്പോൾ ഡാ അസത്തെ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്ര ആരോമലിനെ അടിക്കാനായി പോവുകയാണ്. ആര്യയും ചിന്നുവും ചന്ദ്രയെ അടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയുടെ കൈ പിടിക്കാനായി ചിന്നു പോകുന്നതും ചിന്നുവിനെയും ചന്ദ്ര പിടിച്ച് അടിക്കുന്നുണ്ട്. വീണ്ടും ചന്ദ്രയുടെ കൈ പിടിച്ചുകൊണ്ട് ചിന്നു പറയുന്നുണ്ട് വേണ്ട ആന്റി, അവനെ അടിക്കണ്ട, അവനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ചിന്നു ആരോമലിന്റെ ബാഗും എടുത്തുകൊണ്ട് ആരോമലിനെ വിളിച്ച് അകത്തേക്ക് പോവുകയാണ്. ആരോമലാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം റൂമിൽ വെച്ച് ചിന്നുവും ആര്യയും ആരോമലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മോനെ നീ ഇങ്ങനെയൊന്നും ആവരുത്, അച്ഛൻ ഇതറിഞ്ഞാൽ പ്രശ്നമാവും എന്നങ്ങനെ ആര്യ പറയുന്നതും ആരോമൽ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് അച്ഛനെല്ലാം അറിയട്ടെ, ആദ്യം അച്ഛൻ ശരിയാവട്ടെ, എന്നിട്ട് എന്നെ ശരിയാക്കാൻ വന്നാൽ മതി എന്നെല്ലാം ആരോമൽ അങ്ങനെ തറുതല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്നു ആരോമലിനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആരോമൽ എല്ലാവരോടും അങ്ങനെ എതിർത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ 2 ചെവികളും അടച്ചുകൊണ്ട് ആരോമൽ പറയുന്നുണ്ട് ഈ റൂമിൽ നിന്ന് എല്ലാവരും ഒന്ന് പോവുമോ, എനിക്കൊന്നും കേൾക്കണമെന്നില്ല, ഇനി ഒന്ന് ഒറ്റയ്ക്ക് വിട്, എനിക്ക് ആരുടെയും ഉപദേശം കേൾക്കണ്ട, എല്ലാവരും ഈ റൂമൊന്ന് പോയെന്ന് അലറി വിളിച്ചുകൊണ്ട് ആരോമൽ അങ്ങനെ പറയാണ്. ഇന്നൊപ്പം ആര്യോട് പറയുന്നുണ്ട് ആര്യ നീ വായോ, അവൻ എന്തായാലും കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കട്ടെ, ഇപ്പൊ അവനോട് ഒന്നും പറഞ്ഞ്
പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ചിന്നുവും ആര്യയും അങ്ങനെ റൂമിന് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് വിജയ് ശങ്കർ ആണെങ്കിൽ ആരോമൽ വന്നതിന്റെ സന്തോഷത്തിൽ വേഗം തന്നെ കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആരോമലിനെ കുറെ വിളിക്കുന്നുണ്ടെങ്കിലും ആരോമല് പുറത്തേക്ക് വരുന്നില്ല. ചിന്നുവും ആര്യയും ചന്ദ്രയും അപ്പൊ അങ്ങോട്ടേക്ക് വരികയാണ്. എന്താണ് പ്രശ്നമെന്ന് ആര്യ അങ്ങനെ പറയാൻ തുടങ്ങുന്നതും ചന്ദ്ര പറയുന്നുണ്ട്, അവൻ വന്നതും കിടക്കുകയാണ് വിജയേട്ടാ, എന്റെ പ്രോഗ്രസ് കാർഡ് ഞാൻ കണ്ടു, എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്, ടീച്ചേഴ്സിനെല്ലാം നല്ല അഭിപ്രായമാണ് അവനെ പറ്റി, ഇത്രയും ഡിസിപ്ലിൻ ആയ ഒരു കുട്ടി വേറെ ഇല്ലെന്നാണ് അവര് പറഞ്ഞത് എന്നെല്ലാം ചന്ദ്ര അങ്ങനെ നുണ പറയുകയാണ് വിജയ് ശങ്കറിനോട്. അപ്പോഴേക്കും വിജയ് ശങ്കറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. കോളും അറ്റൻഡ് ചെയ്തുകൊണ്ട് വിജയ് ശങ്കർ അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ചന്ദ്ര ചിന്നുവിനോടും ആര്യയോടും പറയുന്നുണ്ട്, വിജയേട്ടനിപ്പോ ഒന്നും അറിയണ്ട, എന്തെങ്കിലും അറിഞ്ഞാൽ പിന്നെ എന്റെ നേർക്ക് ചാടും, അവകാശം എല്ലാം പറയാം, നിങ്ങളായിട്ട് ഒന്നും എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട എന്ന് താക്കീത് കൊടുക്കുകയാണ് ചന്ദ്ര. അതിനുശേഷം ചിന്നുവിന്റെ ഫോണിലേക്ക് അർച്ചന വിളിക്കുന്നുണ്ട്, മോളെ നീ ഇതെവിടെയാണ്? ഞാനിതാ ചന്ദ്രകാന്തം വീടിന്റെ ഗേറ്റിന് പുറത്തുണ്ട്, ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ ഞാനൊരു കാര്യം പറയാം എന്നങ്ങനെ അർച്ചന പറയുന്നതും ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞ് ചിന്നു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും ചന്ദ്രയും വരുന്നുണ്ട്. വിജയ് ശങ്കർ, മോളെ നീ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ചിന്നു പറയുന്നുണ്ട്, ഞാൻ ഗേറ്റ് വരെ ഒന്ന് പോവുകയാണ്, അമ്മ എന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ ചിന്നുവിനോട് ചോദിക്കുന്നുണ്ട്, അർച്ചന എന്തിനാണ് അവിടെ കാത്തു നിൽക്കുന്നതെന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അമ്മ എന്നെ വിളിച്ചിരുന്നു, ഗേറ്റിന്റെ അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു, എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ചിന്നു പോവാനായി നിൽക്കുന്നതും വിജയ് ശങ്കർ ചിന്നുവിനെ തടയുന്നുണ്ട്. മോൾ അവിടെ നിന്നേ എന്ന് പറയാണ്. ചന്ദ്ര അപ്പോ ദേഷ്യപ്പെടുന്നുണ്ട്, ഇതെന്ത് ഏർപ്പാടാണ് വിജയേട്ടാ, അവൾക്ക് എന്താണ് ഗേറ്റിന്റെ അവിടെ വന്ന് ചിന്നുവിനോട് ഇത്ര സംസാരിക്കാനുള്ളത്, ചോദിക്ക് വിജയേട്ടാ എന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പോ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്ന അർച്ചനയെ നോക്കി പറയുന്നുണ്ട്, ചിന്നു അങ്ങോട്ടേക്ക് വരുന്നില്ല, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു പോവാം, മോളെ തനിച്ചു നിർത്തി സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്യുന്ന പരിപാടി നടക്കില്ല എന്നങ്ങനെ വിജയ് ശങ്കർ പറയുന്നതും അർച്ചനയ്ക്ക് അത് കേട്ട് ദേഷ്യം വന്ന് അർച്ചന ഗേറ്റിനകത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇത്രയും കാലം ചിന്നു എൻ്റെ കൂടെയാണ് താമസിച്ചത്, ബ്രെയിൻ വാഷ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ സമയത്ത് ആകാമായിരുന്നു, ഞാനത് ചെയ്യാത്തതുകൊണ്ടാണ് ചിന്നു ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് എന്നങ്ങനെ അർച്ചന പറയാണ്. ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട്, ഓ എന്തൊരു ഹൃദയ വിശാലത എന്ന്. അർച്ചനപ്പ പറയുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു വാദപ്രതിവാദത്തിനല്ല ഞാനിപ്പോൾ വന്നത്, ഇതിനൊട്ട് എനിക്ക് താല്പര്യവുമില്ല, ചിന്നുവിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഇത് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു, അതിനുവേണ്ടിയാണ് ഗേറ്റിന്റെ അടുത്തേക്ക് ചിന്നുവിനോട് വരാൻ പറഞ്ഞത് എന്നങ്ങനെ അർച്ചന പറയുന്നതും ചിന്നു പറയുന്നുണ്ട്, എന്നാ പിന്നെ വന്ന കാര്യം പറഞ്ഞിട്ട് പോയെന്ന് അർച്ചന അങ്ങനെ ചിന്നുവിനോട് പറയുന്നുണ്ട്. മോളെ നീ വേറെ കോളേജിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞിരുന്നുവല്ലോ, അപ്പൊ തന്നെ ഞാൻ എന്റെ അഭിപ്രായ വ്യത്യാസം സൂചിപ്പിച്ചതുമാണ്, കോളേജ് മാറാൻ ഒരു തക്കതായ കാരണം ഇല്ലെന്നാണ് എനിക്ക് അതിൽ നിന്ന് തോന്നിയത്, സ്റ്റുഡന്റ് ഒരു കാര്യം പറയുമ്പോൾ അത് പാരന്റിന് ബോധ്യപ്പെടണം, ചിന്നുവിന്റെ കാര്യത്തിൽ എനിക്ക് ആ കാരണം കൺവിൻസ്ഡ് ആയില്ല എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, എനിക്ക് കൺവിൻസ്ഡ് ആയി എന്നങ്ങനെ പറയുന്നതും അർച്ചന പറയുന്നുണ്ട്, അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്നങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താ നിന്റെ അഭിപ്രായ വ്യത്യാസം ഒന്നുകൂടി അടിവരിയിട്ട് പറയാനാണോ ഇപ്പൊ നീ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അല്ല ചിന്നു, വിയോജിപ്പുണ്ടെങ്കിലും ഞാൻ നിന്റെ ആഗ്രഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് അർച്ചന അങ്ങനെ പറയുന്നതും ചിന്നുവിന് അത് ഒട്ടും തന്നെ വിശ്വസിക്കാനാവുന്നില്ല. ചിന്നു ആകെ ഷോക്കായി അമ്മയെ എന്ന് വിളിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.